കോൺഗ്രസിൽ സംഭവങ്ങൾ ആകെ കലങ്ങി മറിയുകയാണ്. 2026 ഇങ്ങനെ പോയാൽ കോൺഗ്രസിന് അധികാരം കിട്ടില്ല, UDFന് അധികാരം കിട്ടില്ല എന്നാണ് പാലോട് രവി വിളിച്ചു പറഞ്ഞത് കോൺഗ്രസ് നേതൃത്വത്തോട്. എന്തുകൊണ്ട്? താഴെ തട്ടിൽ വലിയ അടിയാണ് നടക്കുന്നത്. താഴെ തട്ടിൽ കോൺഗ്രസ് ശക്തമല്ല. മുകളിൽ എല്ലാ നാടകങ്ങളും കാട്ടിക്കൂട്ടുന്നുണ്ട് VD സതീശനും കോൺഗ്രസ് നേതാക്കളുമൊക്കെ. പക്ഷേ താഴെ തട്ടിൽ ഭദ്രമല്ല കാര്യങ്ങൾ. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിന്റെ പണിയാണ് കോൺഗ്രസ് സംഘടനയെ ശക്തിപ്പെടുത്തുക എന്നത്. അത് പാളുന്നു എന്നതാണ് ഓരോ ദിവസവും പുറത്തു വരുന്ന വാർത്തകൾ. തിരുവനന്തപുരത്ത് പാലോട് രവിയുടെ രാജി, DCC പ്രസിഡന്റാണ് രാജിവെക്കേണ്ടി വരുന്നത് എന്നോർക്കണം. എന്നാൽ തൊട്ടടുത്ത ദിവസം കണ്ണൂരിൽ നിന്ന് മറ്റൊരു പൊട്ടിത്തെറിയുണ്ടായി. യൂത്ത് കോൺഗ്രസ് നേതാവിനെതിരെയാണ്. എന്താണ് പറയുന്നത്? യൂത്ത് കോൺഗ്രസ് നേതാവേ, താങ്കളും താങ്കളുടെ മേലെയുള്ള നേതാവും, അതാരാണ്? രാഹുൽ മാങ്കൂട്ടത്തിൽ, വ്യാജ ID ഉപയോഗിച്ച് നേതാവായ ആളുകളാണ്. ആ കളി ഇങ്ങോട്ട് വേണ്ട, വലിയ കളിയൊന്നും കളിക്കേണ്ട എന്ന് വാട്സപ്പ് ഗ്രൂപ്പിൽ തുറന്നടിച്ചു പറഞ്ഞത് DCC ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ഇതാ രാജിവെച്ചു. അദ്ദേഹം രാജിക്കത്തിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. അതിങ്ങനെയാണ്: കണ്ണൂർ ജില്ലാ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു. അദ്ദേഹത്തിന്റെ രാജിക്കത്ത് അദ്ദേഹം ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്യുകയാണ്. കോൺഗ്രസ് നേതാവിന് രഹസ്യമായി അയച്ചു കൊടുക്കുന്നതാണ് സാധാരണ രാജിക്കത്ത് എങ്കിൽ ഇത് എല്ലാവരും കാണട്ടെ, വായിക്കട്ടെ, കേരളം ചർച്ച ചെയ്യട്ടെ, ഒന്നുമില്ലെങ്കിൽ കണ്ണൂർ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കളെങ്കിലും പ്രവർത്തകരെങ്കിലും ചർച്ച ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് DCCയുടെ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി തന്നെ തൻ്റെ രാജിക്കത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തത്. അതിൽ പറയുന്നു: KC വിജയൻ, പുത്തന്തറ, ചുഴലി കണ്ണൂർ ജില്ല. 2. ബഹുമാനപ്പെട്ട KPCC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA, ഇന്ദിരാഭവൻ, തിരുവനന്തപുരം 10. പ്രിയ പ്രസിഡന്റിന്, ഞാൻ കണ്ണൂർ ജില്ലാ DCC ജനറൽ സെക്രട്ടറി സ്ഥാനം രാജിവെക്കുന്നു. 57 വർഷക്കാലം ഞാൻ കോൺഗ്രസിനും പോഷക സംഘടനകൾക്കും വേണ്ടി പ്രവർത്തിച്ചിട്ടുണ്ട്. കണ്ണൂർ ജില്ലയിൽ 44 വർഷത്തെ പ്രവർത്തന പാരമ്പര്യമുണ്ട്. ശ്രീകണ്ഠാപുരം കോൺഗ്രസ് ലീഡേഴ്സ് ഗ്രൂപ്പിലെ ചർച്ചകൾക്കിടയിൽ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് എന്നെ അപമാനപ്പെടുത്തിയപ്പോഴാണ് ഞാൻ വോയിസ് മെസ്സേജ് ഇട്ടത്. ഇപ്പോൾ ഫേസ്ബുക്ക് പോസ്റ്റിലും എന്നെ അപമാനപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതിനാലാണ് ഭാരവാഹിത്വം ഞാൻ രാജിവെക്കുന്നത് എന്ന് വിനയപൂർവ്വം KC വിജയൻ എന്ന് പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റാണ്. അദ്ദേഹം രാജിവെച്ച് ഒഴിഞ്ഞു. കോൺഗ്രസിനകത്തെ സംഘടനാ പ്രശ്നം മുൻനിർത്തിയാണ്. എന്നാൽ തൃശ്ശൂരെത്തുമ്പോഴേക്കും മറ്റൊരു വിധമാണ് കാര്യങ്ങൾ പോകുന്നത്. തൃശ്ശൂരിൽ DCCയുടെ മുൻ ജനറൽ സെക്രട്ടറി യതീന്ദ്രദാസ് ചോദിച്ച ചോദ്യമുണ്ട്. യതീന്ദ്രദാസ് P. ചാവക്കാട് എന്ന കോൺഗ്രസ് നേതാവ്, അദ്ദേഹം DCCയുടെ മുൻ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹം ചോദിച്ചു, നിങ്ങളുടെ കൂട്ടത്തിൽ എന്ന് വെച്ചാൽ കോൺഗ്രസ് നേതാക്കളെ, നിങ്ങളുടെ കൂട്ടത്തിൽ BJPക്ക് വോട്ട് ചെയ്തവരില്ലേ? നിങ്ങളുടെ വീട്ടിൽ ഭാര്യ, മക്കൾ കോൺഗ്രസിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തിട്ടുണ്ടോ? നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയുമോ എന്നാണ് ചോദിച്ചത്. എന്ന് വെച്ചാൽ കോൺഗ്രസിൽ നിന്ന് 75,000-ഓളം വോട്ടുകൾ ചോർന്നു. കോൺഗ്രസിന്റെ വോട്ടുകൾ, ആ വോട്ടുകൾ ചോർന്നിട്ടില്ല എന്നാണ് കോൺഗ്രസ് നേതാക്കൾ പറയുന്നത്. അവിടെ BJP സ്ഥാനാർത്ഥി ജയിക്കാൻ കാരണം CPM ആണ് എന്നാണ് അവരുടെ പ്രധാനപ്പെട്ട ആരോപണം. വോട്ട് കണക്ക് പറയുന്നത് മറിച്ചാണ്. കോൺഗ്രസിന് കിട്ടിയ, കഴിഞ്ഞ പ്രാവശ്യങ്ങളിൽ കിട്ടിയ 75,000 വോട്ടാണ് ചോരുന്നത്. അത് അതുപോലെ തന്നെ ലഭിച്ചിരിക്കുന്നത് BJP സ്ഥാനാർത്ഥിക്കാണ്. 75,000 വോട്ടിന് സുരേഷ് ഗോപി ജയിക്കുന്നു എന്ന് വെച്ചാൽ ഇവിടെ ചോരുന്നു, അവിടെ കിട്ടുന്നു, അവിടെ ജയിക്കുന്നു എന്നർത്ഥം. അതാണ് സംഭവിച്ചത്. അങ്ങനെയല്ല എന്ന് പറയുന്നവരുടെ മുഖത്ത് നോക്കിക്കൊണ്ടാണ് യതീന്ദ്രദാസ് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ ചോദിച്ചത്. അദ്ദേഹം പറഞ്ഞു, പാലോട് രവി നടത്തിയ വിലയിരുത്തലാണോ തെറ്റ്? എന്ന് വെച്ചാൽ കോൺഗ്രസ് അധികാരത്തിൽ വരില്ല, 2026 വീണ്ടും LDF തന്നെ വരും, കോൺഗ്രസ് ഇല്ലാതാകുമെന്ന പാലോട് രവിയുടെ വിലയിരുത്തലാണോ തെറ്റ്? സ്വകാര്യ സംഭാഷണം പുറത്തുവിട്ടതാണോ തെറ്റ്? 50 കൊല്ലമായി കോൺഗ്രസിൽ കേൾക്കുന്ന പേരും കാണുന്ന മുഖവുമാണ് പാലോട് രവി. അല്ല, ഒരു സംശയം, പാലോട് രവി പറഞ്ഞ വസ്തുത ഒന്ന് പരിശോധിക്കാൻ ഹൈക്കമാൻഡർക്ക് കഴിയുമോ? ഹൈക്കമാൻഡർ എന്ന് പറഞ്ഞാൽ ഹൈക്കമാൻഡിന് എന്നാണ് ഉദ്ദേശിക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കൾ BJPയിലേക്ക് പോകുന്നതേ വാർത്തയാകുന്നുള്ളൂ. മണ്ഡലം ബൂത്ത് തല പ്രവർത്തകർ പോകുന്നതിൻ്റെ വല്ല കണക്കും കമാൻഡർമാരുടെ കയ്യിലുണ്ടോ? എന്തിനധികം തൃശ്ശൂർ ജില്ലയിലെ എത്ര ജില്ലാ ബ്ലോക്ക് നേതാക്കൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും ഭാര്യമാരും മക്കളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ലെന്ന്? ഒന്നുകൂടെ വായിക്കാം. എന്തിനധികം തൃശ്ശൂർ ജില്ലയിലെ എത്ര ജില്ലാ ബ്ലോക്ക് നേതാക്കൾക്ക് നെഞ്ചത്ത് കൈവച്ച് പറയാൻ കഴിയും
ഭാര്യമാരും മക്കളും സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തിട്ടില്ല എന്ന്, പലരുടെയും പ്രൊഫൈലിൽ മോദി ചിത്രമില്ല എന്ന്, പാലോടിനെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി. സംഘടനാപരമായി ഓക്കെ. കമന്റർമാർ അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഖവിലക്കെടുത്തും പാർട്ടി മിഷണറി ഉപയോഗിച്ചും, അങ്ങനെ ഒരു മിഷണറി സാങ്കല്പികമാണെങ്കിലും അഖിലേന്ത്യാ സംസ്ഥാന നേതാക്കളുടെ എർത്തുകൾ ഉപയോഗിച്ചെങ്കിലും എന്ന് ബ്രാക്കറ്റിൽ പറയുകയാണ് ചെയ്യുന്നത്. BJP 50,000 വോട്ട് പിടിക്കാൻ സാധ്യതയുള്ള 60 നിയോജക മണ്ഡലങ്ങൾ ഏതാണെന്ന് കണ്ടെത്തി എന്തെങ്കിലും പരിഹാരം കാണാൻ ശ്രമിക്കൂ, അല്ലെങ്കിൽ പാലോട് പറഞ്ഞത് സംഭവിച്ചതിന് ശേഷം കമ്മീഷനെ വെക്കാം എന്ന് പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തെ നിശിതമായി വിമർശിക്കുകയാണ് ചെയ്തത് യതീന്ദ്രദാസ്. ഇപ്പോഴിതാ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുന്നു. പുറത്താക്കിക്കൊണ്ട് DCC പ്രസിഡന്റ് അയച്ച കത്തും പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നത്, സത്യവിരുദ്ധമായ പ്രസ്താവനകൾ സോഷ്യൽ മീഡിയ വഴി പ്രചരിപ്പിച്ച് പാർട്ടിയെയും നേതാക്കളെയും പൊതുജന മധ്യത്തിൽ അപകീർത്തിപ്പെടുത്തിയ താങ്കളുടെ നടപടി അച്ചടക്ക ലംഘനമായതിനാൽ താങ്കളെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നും പുറത്താക്കിയതായി ഇതിനാൽ അറിയിക്കുന്നു. സ്വീകർത്താവ് ശ്രീ P. യതീന്ദ്രദാസ്, പൊന്നാരശ്ശേരി വീട്, PO ചാവക്കാട്, പുന്ന. പകർപ്പ് ശ്രീ അരവിന്ദൻ പല്ലത്ത്, പ്രസിഡന്റ് ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി, ഗുരുവായൂർ. അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ്, DCC പ്രസിഡന്റിന്റെ കത്താണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് ഉറപ്പിച്ചു പറയാം: തിരുവനന്തപുരത്ത് അടിയാണ്, തൃശ്ശൂരിൽ അടിയാണ്, കണ്ണൂരിൽ അടിയാണ്. അങ്ങനെ വിവിധ ജില്ലകളിൽ അടിത്തട്ടിൽ കോൺഗ്രസ് പ്രവർത്തകർ തമ്മിൽ ഗ്രൂപ്പ് തിരിഞ്ഞ് അടിയാണ്. ഗ്രൂപ്പ് എന്ന് പറയുമ്പോൾ സംസ്ഥാന അടിസ്ഥാനത്തിലുള്ള ഗ്രൂപ്പല്ല, പ്രാദേശിക ഗ്രൂപ്പുകൾ തമ്മിൽ വലിയ അടി നടക്കുകയാണ്. അപ്പോഴാണ് പറയുന്നത്, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ വൻ വിജയം നേടും, അതിനുശേഷം 2026 നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 100 സീറ്റ് നേടും എന്നൊക്കെ VD സതീശൻ പറയുന്നത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ ചോദിക്കുന്നു, എവിടെ നിന്ന് എന്ന്.